ഞാനിവിടെ നടന്നു പോണ സമയത്ത് ഒരിക്കലും ഒരു പെൺകുട്ടി റോഡ് സൈഡിൽ തന്നെ കിടക്കുന്നത്, അതായത് രാത്രി ഒരു 8 മണി, ഞാൻ ഒരു വർക്ക് കഴിഞ്ഞ സമയമാണ്, വഴിയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞു. പോലീസ് ആ പെൺകുട്ടിയെ കൊണ്ട്, പക്ഷെ ആ പെൺകുട്ടിയുടെ കടക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പെൺകുട്ടിക്ക് ഡ്രഗ്സ് അടിച്ച് ഉപയോഗിച്ച്, ചെറിയ പെൺകുട്ടിയാണ്, അത്ര പ്രായമൊന്നുമില്ല, കണ്ടാ മനസ്സിലാവും. അപ്പൊ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട്, അതുകൊണ്ടാണ് ലോകത്തില് യൂറോപ്പിലും ഇങ്ങനെയുള്ള രാജ്യങ്ങളെ കൂടുതലായിട്ട് ഇസ്ലാമിലേക്ക് ആൾക്കാർ വരുന്നത്. ഇപ്പൊ നമ്മളെ നമുക്കറിയുന്ന പള്ളി തൊട്ട്, ഞാൻ പള്ളിയിൽ പോകുന്ന പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞത്, ഒരാഴ്ചയിൽ 4 പേരെങ്കിലും മിനിമം ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട് ആ പള്ളിയിൽ മാത്രം, ആ പള്ളിയിൽ മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഒരുക്കുന്ന തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായുള്ള ഈദ് എവരിവേർ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിലുള്ളത് CT ജുനൈദാണ്. ഓസ്ട്രേലിയയിൽ നിന്നും ജുനൈദാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പെരുന്നാൾ അനുഭവങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ജീവിത അനുഭവങ്ങളൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുവെക്കപ്പെടുന്നത്. ഈ ഒരു എപ്പിസോഡിലേക്ക് ജുനൈദിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് ഓസ്ട്രേലിയയിലെ പെരുന്നാളിൻ്റെ അറഫ നോമ്പിൻ്റെയും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്താണ്? അൽഹംദുലില്ലാ, നല്ല രീതിയിൽ പോണു, ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്ക് 2 തരത്തിലാണ് ഇവിടെ. ചില ആൾക്കാർ ഫോളോ ചെയ്യുന്നത് മൂൺ സൈറ്റ് ആണ്, ചില ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ഇമാം കൗൺസിലാണ്. അപ്പോൾ രണ്ട് ദിവസമായിരിക്കും പെരുന്നാള്. അങ്ങനെ ചില പള്ളിക്ക് ഒരു ഇമാം കൗൺസിൽ ഫോളോ ചെയ്യും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അൽഹംദുലില്ലാ, നല്ല രീതിയിൽ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പോണു. ഓക്കെ, ഇമാം കൗൺസിൽ സൗദിയെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്? സൗദിയെ ഫോളോ ചെയ്യുന്ന രീതി. ഓക്കെ, ആരൊക്കെയാണ് ജുനൈദ് നാട്ടിലെവിടെയാണ്? പിന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തി ആരംഭിക്കാമെന്ന് തോന്നുന്നു. നാട്ടില് മണ്ണാർക്കാട്, പാലക്കാട് മണ്ണാർക്കാടാണ്. ഞാൻ വന്നിട്ട് ഒരു 7 വർഷത്തോളായി ഓസ്ട്രേലിയക്ക് എത്തിയിട്ട്. നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അപ്പൊ നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു വിസ ഓസ്ട്രേലിയക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു, 476 വിസ എന്ന വിസ. ആ വിസ വഴി വന്നാണ് ഓസ്ട്രേലിയക്ക്. ആ വിസ വഴി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഓസ്ട്രേലിയക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം ഓസ്ട്രേലിയയിൽ തന്നെ. അവിടെ ഏത് ഫീൽഡിലാണ്? എഞ്ചിനീയറിംഗിൻ്റെ ഏത് ഫീൽഡാണ്? മെയിൻ്റനൻസ് ഫീൽഡ് എഞ്ചിനീയറിംഗ്. ഈ ഫുഡ് ഇൻഡസ്ട്രിയാണ്. ഫുഡ് ഇൻഡസ്ട്രിയിൽ മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫാമിലി ഒക്കെ അവിടെ ഉണ്ട്? ഫാമിലിയാണ്. ഫാമിലി കൂടെ ഉണ്ട്. വൈഫ് ഉണ്ട്. പിന്നെ ഒരു 2 വയസ്സായ കുട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ വൈഫും 2 വയസ്സായിട്ട് കുട്ടിയുണ്ട്. പിന്നെ ഇപ്പോൾ കുടുംബസമേതം ഓസ്ട്രേലിയയിൽ പെരുന്നാളും അതിലാണുള്ളത് അല്ലേ? അതെ. 2 വർഷമായി അവിടെ പോകുന്നു. അപ്പോൾ ജുനൈദ് മറ്റ് മേഖലകളിൽ എവിടെയൊക്കെയാണ് സജീവമായിട്ടുള്ളത്? ഞാന് വേറെ ഫീൽഡ് ഉദ്ദേശിക്കുന്നത്, അതായത് ഏതെങ്കിലും ദഅ്വാ രംഗത്ത് ഏതെങ്കിലും ഫീൽഡിൽ പിന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു. അൻമാസിയ നോവലിസ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ആൾക്കാർ. ആ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ഓസ്ട്രേലിയയിൽ തന്നെ ദഅ്വത്ത് നടത്താറുണ്ട്. ഇവിടെ നമ്മൾ പബ്ലിക് ആയിക്കൊണ്ട് തന്നെ മെൽബൺ സിറ്റിയിൽ ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചകളിലൊക്കെ ദഅ്വത്ത് നടത്താറുണ്ട്. പലപ്പോഴും പോകാറുണ്ട്. പിന്നെ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും പോകാൻ സാധിക്കില്ല. എന്നാലും ഒരു ഗ്രൂപ്പ് അതിനായിട്ടുണ്ട് ദഅ്വത്ത് നടത്താൻ വേണ്ടിയിട്ട്. പരമാവധി ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത് മലയാളം വീഡിയോ ആണ് കൂടുതലായിട്ട്. മലയാളം ദഅ്വത്ത് രംഗത്താണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിലെ പിന്നെ പൊതുവിലുള്ള അവിടുത്തെ ഒരു ഇപ്പം നിങ്ങൾ പറഞ്ഞു സാറ്റർഡേയ്സ് സൺഡേയ്സൊക്കെ പബ്ലിക്കായിട്ട് പിന്നെ ദഅ്വത്തിന് പോകാറുണ്ടെന്ന് പറഞ്ഞു. മെൽബൺ സിറ്റിയിൽ നിന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം എത്രയാണ്? താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരൊന്ന് എക്സാക്ട് സ്ഥലം പറയാമോ? കറക്റ്റ് ലൊക്കേഷൻ ഡാൻഡിനോങ് സ്ഥലം. ഡാൻഡിനോങ് എന്ന് പറയുന്നത് മിക്സ് ആയിട്ട് അത്യാവശ്യം മലയാളികളും അത്യാവശ്യം എല്ലാ രാജ്യക്കാരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഡാൻഡിനോങ് എന്ന് പറയുന്നത്. അത്യാവശ്യം ജോബ് സാധ്യത കൂടുതലുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടാവും സിറ്റിയിലേക്ക്, മെൽബണിലേക്ക്. ഓക്കെ, അവിടെ നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, കുറേ ജോലി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ്? പല രൂപത്തിലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഓപ്പർച്യൂണിറ്റി അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അതിന്റെ പേരിന് അങ്ങനെയുണ്ട്, ഡാൻഡിനോങ് സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് വേക്കൻസികൾ ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയക്ക് വന്ന ഒരുപാട് ആൾക്കാരോട് പറയാറുണ്ട് ജോലിയൊന്നും ആയിട്ടില്ല എന്ന്. പക്ഷെ ഡാൻഡിനോങ്ങിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ
എനിക്ക് ഉറപ്പാണ് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം വാക്കൻസി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെ അത് ടൈപ്പ് മെയിനായിട്ട് വേക്കൻസികളാണ് ഉദ്ദേശിച്ചത്? എഞ്ചിനീയറിംഗ് മീൻസ് ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ട്. സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉണ്ടാവും, പിന്നെ പ്രൊഡക്ഷൻ ഫീൽഡ് ഉണ്ടാവും, പ്രോസസ് വർക്കിംഗ് ഫീൽഡ്, ട്രക്ക് ഡ്രൈവർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അത്യാവശ്യം ഒരു ഇൻഡസ്ട്രിയിൽ ഉള്ള ജോബൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് പൊതുവിൽ? അവിടുത്തെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഓസ്ട്രേലിയത്തെ കാലാവസ്ഥ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഇവിടുത്തെ ഒരു തമാശയാണ് സത്യത്തില്. കാരണം ടെമ്പറേച്ചർ എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. രാവിലെ ഇപ്പൊ നമുക്ക് പോണ സമയത്ത് തണുപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ചൂടായിട്ടുണ്ടാവും. മഴയാണെന്ന് കരുതി പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അത് നല്ല വെയിലായിട്ടുണ്ടാവും. അപ്പോൾ സ്വതവേ ടെമ്പറേച്ചർ നമുക്കങ്ങനെ നോക്കേണ്ടി വരും. അതായത് എപ്പോഴും നമ്മൾ പുറത്തോട്ട് പോകുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് ഉണ്ടായ ശീലം കൂടിയാണത്. നമ്മൾ നോക്കും, വെതർ നോക്കും, ടെമ്പറേച്ചർ എത്ര എന്നുള്ളതും ക്ലൈമറ്റ് അത് നോക്കും നമ്മൾ, എന്നിട്ട് പുറത്ത് പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ തണുപ്പായിരിക്കും എന്ന് പറയാം. ആ ഒരു സിറ്റുവേഷനിൽ മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ മാറും. പിന്നെ തണുപ്പ് 6 മാസത്തോളം തണുപ്പ് ഉണ്ടെന്ന് പറയാം. പക്ഷെ അത്രത്തോളം ഈ കാനഡ പോലെ അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മുടെ ഏരിയയിലൊന്നും. പിന്നെ ചൂടെന്ന് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടെമ്പറേച്ചർ 23-25 ആ റേഞ്ചിലേക്ക് നമുക്ക് പൊതുവെ കണക്കാക്കാം ശരിക്കും ടെമ്പറേച്ചർ. പക്ഷെ എന്തായാലും ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യം ആയതുകൊണ്ട് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓരോ സ്ഥലങ്ങളും ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിലൊക്കെ 40°C വരെ ടെമ്പറേച്ചർ ഉണ്ടാവും. ചില സ്റ്റേറ്റിലൊക്കെ 30, മിനിമം 30 എപ്പോഴും ഒരു ആവറേജ്. ഇപ്പൊ ക്യൂൻസ്ലാൻഡ് ഒക്കെ ഒരു 30 എപ്പോഴും ഉണ്ടാവും. കേരളം പോലെയാണ് ക്യൂൻസ്ലാൻഡ് ഒക്കെ. ഈ അപ്പോൾ കഠിനമായ അങ്ങനെ തണുപ്പ് ഉണ്ടാവാറുണ്ടോ? തണുപ്പ് എന്ന് പറയുമ്പോൾ കഠിനമായ തണുപ്പ് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഉണ്ടാവും. ഇല്ല. അത് നമ്മള് സ്നോ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ അത്ര കഠിനമായ തണുപ്പ് ഉള്ളൂ. ഉണ്ടാവുള്ളൂ. പിന്നെ ഓസ്ട്രേലിയ തണുപ്പിനെ കുറിച്ച് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് കാനഡയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന കേട്ടോ. നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവർ പറയുന്നതാ അവിടത്തെക്കാട് തണുപ്പ് ഫീൽ ചെയ്യുന്നു പറഞ്ഞത് കേൾക്കാം. നമുക്ക് നമ്മൾ വേറെ എവിടെ പോവാത്തോണ്ട് അറിയില്ല എന്താന്നുള്ളത്. അത് നല്ല കാറ്റുണ്ടാവും. ഓസ്ട്രേലിയ കടൽ കടലിനോട് ചുറ്റും കടലായതുകൊണ്ട് സ്വാഭാവികം നല്ല കാറ്റുണ്ടാവും. ആ കാറ്റ് കാരണം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു പറഞ്ഞ് കേൾക്കാം. ഇത്രത്തോളം പൊതുവെ ഒരു നല്ല കാലാവസ്ഥയാണ്, ജീവിക്കാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ് അല്ലേ? നല്ല കാലാവസ്ഥ അൽഹംദുലില്ലാ. അത് ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു രാജ്യം ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ അതെ അതെ, മാറ്റങ്ങളുണ്ടാവും. പിന്നെ പൊതുവെ അവിടുത്തെ മാറ്റങ്ങളുണ്ടാവും. ഒരു ഭക്ഷണ രീതി എങ്ങനെയാണ്? ഭക്ഷണ രീതി എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചിട്ട് ഓസ്ട്രേലിയക്കാർക്കൊന്നും ഭക്ഷണ രീതി നമുക്ക് പറയാനൊന്നും ഇല്ല. ഈ നമ്മുടെ കേരളത്തിലെ ഫുഡ് കൾച്ചർ ഒന്നും ഇവിടെ ഇല്ല ശരിക്ക്. നമ്മൾ കഴിക്കുന്നത് എന്താണോ അത് നോക്കി കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് സ്വതവേ ഈ ഞാൻ പറയണത് കുറച്ച് യൂറോപ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ കൂടെയുള്ള എഞ്ചിനീയർ ആള് ഗ്രീക്കുകാരനാണ്. അപ്പൊ ആളെ ഫുഡ് എന്ന് പറയും മെയിൻ ആയിട്ട് ഗ്രീക്ക് കൾച്ചറുമായി ബന്ധപ്പെട്ട ഫുഡുകളായിരിക്കും. ഇപ്പൊ ഏഷ്യൻസ് ആണ് ഏഷ്യൻസിന്റെ ഒരു ഫുഡ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയയിൽ ഒരു ഫുഡ് കൾച്ചർ ഇല്ല ശരിക്ക്. പിന്നെ ഇവിടെ അത്യാവശ്യം ഹലാൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് മുസ്ലിംസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഹലാൽ ഷോപ്സ് ഉണ്ട് ഇവിടെ. ഒരുപാട് ഹലാൽ ബീഫും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും ഇവിടെ. അപ്പൊ ഭക്ഷണം എന്ന് പറയുന്നത് വ്യത്യസ്ത കൾച്ചറിന് അനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു ഫുഡ് നമുക്ക് പറയാനൊന്നും ഇതിലില്ല. ഉണ്ടാവില്ല. നമ്മളിപ്പോൾ അവിടെ പെരുന്നാളും ഒക്കെ ആണല്ലോ. ഉം. പെരുന്നാളിന് പൊതുവെ നോമ്പ്, പെരുന്നാൾ, അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം, ഇതൊക്കെ ഏത് രൂപത്തിലാണ്? അതിന് പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് പള്ളികളും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആ രൂപത്തിലൊക്കെ എങ്ങനെയാണ് പറയാനുള്ളത്? പെരുന്നാള് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നല്ല സ്ട്രോങ് ആണ്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് പള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിൽ തന്നെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് റിലീജിയൻ ഇസ്ലാമാണെന്നൊരു നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ. സ്വാഭാവികമായിട്ട് ഒരുപാട് പള്ളികൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് എവിടെയൊക്കെ മനുഷ്യന്മാർ മാറി താമസിക്കുന്ന ഏരിയകളുണ്ടോ ആ ഏരിയകളിലൊക്കെ പുതിയ പുതിയ പള്ളികൾ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരമാവധി കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി നല്ല ഒരു ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പരമാവധി അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കമ്മ്യൂണിറ്റി, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കാണാൻ സാധിക്കും. നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മലയാളികൾക്കും ഉണ്ട് ഇതേപോലെ. എല്ലാം
ഒരു എല്ലാ ഒരു ഭാഷ നോക്കുകയാണെങ്കിലും മലയാളികളായിക്കോട്ടെ അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ആയിക്കോട്ടെ, മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ വേറെയും കാണാൻ സാധിക്കും. അപ്പോൾ നല്ല പ്രവർത്തനമാണ്. പിന്നെ അവരെന്നെ മുസ്ലിം മലയാളികൾ തന്നെ പെരുന്നാൾ ആഘോഷം അവരുടെ പരിപാടികൾ നടത്താറുണ്ട്, അവരുടെ നിസ്കാരങ്ങൾ നടത്താറുണ്ട്. അതേപോലെ തന്നെ എല്ലാ മാസവും നമുക്ക് സൗത്ത് ഈസ്റ്റ് മലയാളി ഗ്രൂപ്പിലാണ് ഞാനിപ്പോ പോവാറുള്ളത്. നമ്മളെ ആ ഗ്രൂപ്പ് അതാ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അതാ. അപ്പൊ അവിടെ എല്ലാ മാസവും ക്ലാസ് ഉണ്ടാവും. എല്ലാ മാസവും കുട്ടികൾക്കായിട്ടുള്ളതും നമ്മളെ എല്ലാവർക്കും ഒരു വിശ്വാസപരമായിട്ട് നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ക്ലാസ് അവിടെ എന്തായാലും ഉണ്ടാവും. എല്ലാ മാസവും ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സുകളാണോ അതോ അല്ല, ഓൺലൈൻ ക്ലാസ് നമ്മൾ നേരിട്ട് പോയി നേരിട്ട് ഓഫ്ലൈൻ ആയിട്ട് എല്ലാ തന്നെ ഉണ്ടാവും? മാസവും ഗാദറിങ്ങിന് പോവാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ മാസവും പോകാൻ പറ്റാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരമാവധി പോകാൻ ശ്രമിക്കാറുണ്ട്, അൽഹംദുലില്ലാ. എന്നാലും അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഈ മദ്രസ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്? മദ്രസ എഡ്യൂക്കേഷന് പള്ളികൾ കേന്ദ്രീകരിച്ചിട്ട് മദ്രസ എഡ്യൂക്കേഷൻ ഉണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ അത് കൂടാതെ കുട്ടികളെ നാട്ടിൽ നിന്ന് തന്നെ അവരുടെ മലയാളം ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ നാട്ടിലെ പല ഉസ്താദുമാരെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഓൺലൈൻ ഇപ്പോ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ആണല്ലോ, ഇപ്പൊ അതെ. മാറ്റമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വഴി കൂടി അങ്ങനെയും പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സാന്ദർഭികമായിട്ട് പറയുകയാണ്, നമ്മുടെ പീസ് റേഡിയോയുടെ ഓൺലൈൻ മദ്രസ അത് വളരെ വ്യവസ്ഥാപിതമായിട്ട് ഒരു പോർട്ടൽ സംവിധാനത്തോടു കൂടി വളരെ വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ വിസ്ഡം ഓൺലൈൻ മദ്രസൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതുപോലെയുള്ള പല മദ്രസകളില്ലാത്ത സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ പിന്നെ ഇപ്പോൾ ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു നാട്ടിലുള്ളൊരു പെരുന്നാളും അതുപോലെ തന്നെ നിങ്ങൾ ഓസ്ട്രേലിയയിലെ പെരുന്നാളും, അപ്പോൾ എന്താണ് ഒരു പൊതുവിലൊരു വ്യത്യാസം ഫീൽ ചെയ്ത് എന്താണ്? നാട്ടിലെ പെരുന്നാൾ സ്വാഭാവികമായിട്ടും നമ്മളെ വളർന്ന് വളർന്നു വന്നൊരു സാഹചര്യമാകുമ്പോൾ ആ സ്ഥലത്തുള്ള ഒരു കൾച്ചറലി നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടാവുമല്ലോ. ഇപ്പം ഫാമിലി വിസിറ്റും ഒരുപാട് ഫാമിലിയെ കാണുന്നതും വരുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് കൂടിച്ചേരുന്നതൊക്കെ ഉണ്ടാകുമ്പോൾ വേറൊരു വൈബാണെന്ന് പറയാം ശരിക്കും. അത് കുറച്ചൊരു കുറച്ചും കൂടി നമ്മുടെ ചൈൽഡ്ഹുഡ് നമുക്ക് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും ശരിക്കും. ആ ഒരു നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പിന്നെ പെരുന്നാൾ ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടാവും. പെരുന്നാളിലൊക്കെ നല്ല ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടാവും ഒരു നാട്ടില്. ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ മാച്ച് ഉണ്ടാവുമല്ലോ. അത് പ്രത്യേകമായിട്ട് പെരുന്നാൾ കളി നടത്തും നമ്മൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ആ ഒരു രീതിയിലാണ് നാട്ടിൽ ഇങ്ങനെ പോയിക്കൂടെ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇവിടെ പള്ളിയിൽ നമുക്ക് പറയുന്ന മെസ്സേജ് വരും, ഇന്ന ദിവസമാണ് നിങ്ങൾക്ക് നമുക്ക് മൂൺ സൈറ്റ് അത് കണ്ടിട്ടുണ്ട്, അപ്പൊ ഇന്ന ഡേറ്റ് ആണ് ഇതിന്റെ സമയമാണെന്ന് പറയും. അത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും പള്ളികളിൽ. അപ്പൊ നമുക്ക് ആ മെസ്സേജ് കിട്ടും. എന്നിട്ട് ആ സമയമാകുമ്പോൾ നമ്മൾ പോകും, നിസ്കരിക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ മലയാളികളുടെ കൂട്ടായ്മ ഉണ്ടാവും, അവരുടെ കൂടെ യാത്ര സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളായിട്ട് നമ്മളുടെ നാട്ടിലെ കുടുംബം തന്നെയാണ് ഇവരും. പക്ഷെ ഇവരെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ചില സമയങ്ങളിൽ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകും എന്നുള്ളതാണ്. പരമാവധി ഒരു ക്യാമ്പിങ്ങിനും അതേപോലെ തന്നെ ഒരു 2 days ഒക്കെ പുറത്തു പോയി കുട്ടികളുടെ കൂടെയൊക്കെ പോയി താമസിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ ഭക്ഷണം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണല്ലോ. ഈ അതെ. ബലിപെരുന്നാളിന് പിന്നെ ഏത് രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് പൊതുവെ അവിടെ ഉണ്ടാക്കാറുള്ളത്? പെരുന്നാളിന് ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ജസ്റ്റ് നമുക്ക് പോയി വരുന്ന ഞായറാഴ്ച അവിടെ ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ദാവത്ത് നടത്തുന്ന പയ്യന്മാര് ഒരു കൂട്ടായ്മ കൊടുക്കുന്നതാണത്. അപ്പൊ അവര് കൊടുക്കുന്നത് ഫ്രീ ഫുഡ് എന്ന് പറയുന്നത് മന്തിയാണ്. ബീഫോ അത് ലാമ്പ് മന്തി എന്ന് കറക്റ്റ് അറിയില്ല. അപ്പം നമ്മളൊരു അറേബ്യൻ ടച്ചുള്ള ഫുഡൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് നമ്മളും പൊതുവെ മുസ്ലിം എന്ന രീതിയിലൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കാറില്ല. പിന്നെ അഫ്ഗാനികളുണ്ട്, ഒരുപാട് അഫ്ഗാനികൾ ഇവിടെ ഉണ്ട്, ഒരു പാകിസ്ഥാനികളുണ്ട്, പിന്നെ തുർക്കിഷ് ആൾക്കാരുണ്ട്, അൽബേനിയൻ, അങ്ങനെ ഒരുപാട് മോസ്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ ഏകദേശം സിമിലർ ആയിട്ട് ഫുഡ് തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ നോമ്പിന് ഞാൻ പോയ സമയത്ത് ഒരു പള്ളിക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫുഡ് നമ്മളിതുവരെ കാണാത്ത ഫുഡുകളാണ്. പക്ഷെ എന്നാലും കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. ഏകദേശം നമ്മളെ ഒരു അതെ. അറേബ്യൻ കൾച്ചറൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു ഫുഡാ തോന്നുന്നു നമുക്ക്. പക്ഷെ പേരൊന്നും അറിയുന്നുണ്ടാവില്ല അതിനോട്. അതെ, എന്നാലും നമ്മൾ നാട്ടിൽ കഴിച്ച പോലെ ഫുഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചേർച്ച ഉണ്ടാവും അല്ലേ?
എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഒരു തോന്നും നമുക്ക് എന്ത് സംഭവത്തിലുണ്ട് എന്നുള്ള. പക്ഷെ അതെ അതെ. കറക്റ്റ് ആയിട്ട് അത് പിന്നെ പേരൊന്നും ഈ അറിയില്ല. ബലിപെരുന്നാളിന് ഒളിഹിയത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. അതെ, ഒളിഹിയത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? നമ്മളെ പള്ളിയിലേക്ക് കൊടുക്കുക ചെയ്യാം. പള്ളിയിൽ പറയും ഇങ്ങനെ ഇത്ര എമൗണ്ട് ആണ് അവര് കണക്കാക്കിയിട്ടുള്ളത്. അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയും ഇത്ര ഉം. എമൗണ്ട് അവർ പറയും. അപ്പൊ നമ്മൾ ആ എമൗണ്ട് പള്ളിക്ക് കൊടുക്കുക ചെയ്യാം. ഏത് അതായത് ഞായറാഴ്ച രൂപത്തിലുള്ള ഏത് രൂപത്തിലുള്ള മൃഗങ്ങളെയാണ് അറുക്കല്? ആടാണോ അതോ? പൊതുവെ നമ്മൾ ഞാൻ കണ്ട ശൈലി എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ ആടിലേക്കാണ് ഫോക്കസ് ചെയ്യാറുണ്ട് കണ്ടിട്ടുണ്ട് എപ്പോഴും. അത് ആഹ്, ഒരു ഇപ്പൊ അറേബ്യൻ കൾച്ചർ ആയാലും അവര് ആടിലേക്കല്ലേ കൂടുതലായിട്ട് ഫോക്കസ് അതെ. ഉള്ളത്. പിന്നെ ആഹ്, പിന്നെ ബാക്കി കന്നുകാലികൾ ഉണ്ടാവും എന്തായാലും. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ആടായിരിക്കും. അതാണ് സാധ്യത. ഓക്കെ. ഈ അറുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നെ മാംസം അത് പിന്നെ നമുക്കും പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് വിതരണം ചെയ്യുന്ന സിസ്റ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അത് മുഴുവൻ പാവപ്പെട്ട ആൾക്കാരെ പോകുന്നതായിരിക്കും. മുഴുവൻ അവരൊരു കമ്മ്യൂണിറ്റി കൊടുക്കുകയായിരിക്കും. ഉം. അത് നമ്മളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ കൊടുക്കുന്ന സമയത്ത് പിന്നെ പള്ളിയിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ പള്ളി അതെ. അവിടുന്ന് കൃത്യമായിട്ട് വേണ്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും. അതിൻ്റെ ഒരു ഭാഗം നമ്മളും കൂടി കഴിക്കുക എന്നുള്ളൊരു സംഗതി പലപ്പോഴും നടപ്പിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അല്ലേ? പറ്റില്ല. കാരണം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ആഹ്, അറുക്കുക എന്നുള്ളതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഉം. അപ്പൊ അതിപ്പോ നമ്മുടെ നാട്ടിലത്തെ പോലെ പശു നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇവര് ഇവർക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ പറഞ്ഞാൽ ഇവര് അറുക്കുന്ന കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കണം, കുട്ടികൾ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കും അവര്. അറുക്കുന്ന ആൾക്ക് ക്വാളിഫൈഡ് ആയിരിക്കണം. ഒരുപാട് സംഭവങ്ങൾ അതിൽ വരുന്നുണ്ട്. അതിന്റെ റെഗുലേഷൻസ് എന്തായാലും കറക്റ്റ് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇപ്പൊ ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഹലാൽ ചിക്കൻ വാങ്ങാറുണ്ട് ഞാൻ. ഹലാൽ ചിക്കൻ നമ്മൾ ഹലാൽ ചിക്കൻ ബീഫ് വാങ്ങുമല്ലോ. പക്ഷെ അതിനൊക്കെ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫൈഡ് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത് എങ്ങനെയാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ ഗവൺമെന്റ് റൂൾസ് അനുസരിച്ച് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇപ്പോൾ പിന്നെ ഈ ചില ആൾക്കാരൊക്കെ അറവിന് തന്നെ ക്വാളിഫൈഡ് ഫാമിംഗ് ആയിട്ടുള്ള പോലെ. ആൾക്കാരുണ്ട് അല്ലേ? അതെ, അറവിന് തന്നെ അതെ. ക്വാളിഫൈഡ് ആയ ആൾക്കാരുണ്ടാവും. ഇവിടെ എന്തിനും ക്വാളിഫിക്കേഷൻ നിർബന്ധം. ഇപ്പൊ നമ്മളെ ഒരു ഡ്രൈനേജ് ക്ലീനർ ആണെങ്കിൽ പോലും അതിന്റെ ക്വാളിഫിക്കേഷൻ വേണം. അപ്പോ ഏത് വിഷയമാണ് ക്വാളിഫിക്കേഷൻ വേണം. അപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് ആയിക്കോട്ടെ, മെക്കാനിക്കൽ വർക്ക് ആയിക്കോട്ടെ, പ്ലംബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൈൽസ് ഇടുന്ന ആളായിക്കോട്ടെ. അപ്പൊ അതിനൊക്കെ ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ തൊടാൻ പാടില്ല അതിൽ. അത് ബുച്ചറായാലും അങ്ങനെ തന്നെയാണ്. ഇറച്ചി വെട്ടുന്ന ആളായാലും അതിന് ഒരു കണക്കുണ്ട്. ആ കണക്കിൽ വെട്ടുന്ന ആൾക്കാരെ അറിയണം. അങ്ങനെയൊക്കെ. ഓക്കെ. നേരത്തെ ഈ ദഴവത്തിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഈ ഓപ്പൺ ദഴവത്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഏത് രൂപത്തിലാണ് നിങ്ങൾ അവിടെ പോയി സ്ട്രീറ്റ് ദാവയാണോ ഉദ്ദേശിച്ചത്? അതെ, അതെ. സ്ട്രീറ്റ് ദാവയാണ്. അത് സ്ട്രീറ്റ് ദാവ അതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി മൊത്തത്തില്. ഞാൻ പറയുന്നത് ഇവിടെ മിക്സ് ആയ ആൾക്കാരാണ്. ഏഷ്യൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് എല്ലാവരും ഉണ്ട്. പക്ഷെ പൊതുവെ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഇസ്ലാമിക വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ അത് ഞാൻ പറയുന്നത് സ്ട്രീറ്റ് ദാവയാണ്. നമ്മുടെ റൂട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയും ഫ്രീ ഖുർആൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവർക്കൊന്ന് സംസാരിക്കാം, ഡൗട്ട് ചോദിക്കാം. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം, പൊതുവെ ആളുകൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് പൊതുവെ കണ്ടിട്ടുള്ളത്, ഞാൻ അതൊരു പറയട്ടുള്ളൂ. നാട്ടില് പൊതുവെ കണ്ടിട്ടുള്ളത് തർക്കിക്കുക എന്നൊരു മൈൻഡ് സെറ്റാ. ഒരാൾ വരുമ്പോൾ തർക്കിക്കാൻ വേണ്ടി അവനൊന്ന് കൂട്ടണം, തകർക്കണം എന്നൊരു മൈൻഡ് സെറ്റില്ല വരിക. പക്ഷെ ഇവിടെ കണ്ടിട്ടുള്ള പൊതുവെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ലോകത്തില് യൂറോപ്പിലും ഇങ്ങനെയുള്ള രാജ്യങ്ങളെ കൂടുതലായിട്ട് ഇസ്ലാമിലേക്ക് ആൾക്കാർ വരുന്നത്. ഇപ്പൊ നമുക്കറിയുന്ന ഞാൻ പള്ളിയിൽ പോകുന്ന പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞത് ഒരാഴ്ചയില് 4 പേരെങ്കിലും മിനിമം ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ആ പള്ളിയിൽ മാത്രം. അങ്ങനെ ഒരുപാട് പള്ളി ഓസ്ട്രേലിയ ഉണ്ട്. എത്രത്തോളം ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞ പള്ളികൾ കേന്ദ്രീകരിച്ച് മാത്രമാണത്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ദഅവത്ത് രംഗത്ത് മറ്റു പല സംഘടനകളും ഇപ്പൊ IER എന്ന് പറഞ്ഞ സംഘടന ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ പൊതുവെ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയത്. ഇപ്പം ഒരു വീഡിയോ നമ്മൾ അൺമാസ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുകയും ചെയ്യും. അതില് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടി, 10-20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഐഡന്റിഫൈ ചെയ്യണത് ഒരു മൃഗമായിട്ടാണ്. ആ പെൺകുട്ടി പറയാം ഞാൻ മൃഗാന്ന് പറയണേ, മനുഷ്യരല്ല എന്ന് പറയണേ. അപ്പോ ആ പെൺകുട്ടിയോട് നമ്മളെ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള ദീനാണ് ആളെ പേര്, ദീൻ. അപ്പൊ ദീൻ ഇസ്ലാമിലേക്ക് വന്നതാട്ടോ. പിന്നെ ക്രിസ്ത്യൻ ആയിരുന്നു ആദ്യം, പിന്നെ ഇസ്ലാമിലേക്ക് വന്നതാ. പിന്നെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനാ. അപ്പൊ ദീന് ആ പെൺകുട്ടിയോട് കാര്യം പറഞ്ഞു കൊടുത്തു. ആ പെൺകുട്ടി
ഷഹാദത്ത് എടുത്തു, ഇസ്ലാം സ്വീകരിച്ചു. വളരെ സിമ്പിളായിട്ട്. അത് ഇത്രേ ഉള്ളൂ. ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആൾക്കാരാണെന്നുള്ളതാണ് പൊതുവെ ഞാൻ കണ്ട കാര്യം. ഓക്കെ. പൊതുവിൽ അവരെ ഒരു ലിബറൽ കൾച്ചർ എത്രമാത്രം ഇപ്പോൾ മൊത്തം ഒരു ലിബറലിസത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടൊരു പക്ഷേ ഉണ്ടാവാം. അപ്പോൾ ഒരു ലിബറൽ കൾച്ചർ എത്രമാത്രം അവിടുത്തെ ഒരു പൊതുസമൂഹത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ജുനൈദിൻ്റെ ഒരു അഭിപ്രായം? ലിബറൽ കൾച്ചർ എന്ന് പറയുന്നത് പൊതുവെ സമൂഹത്തില് പ്രധാനപ്പെട്ട പ്രശ്നമാക്കി ആയി മാറിയിട്ടുള്ളത് കുടുംബം തകർക്കുക എന്നുള്ളൊരു പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കി പോയി സംഭവം. ഇപ്പൊ നമ്മള് ഒരു പെൺകുട്ടി റോട്ടില് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു രാത്രി 8 മണിക്ക് നമ്മൾ റോഡ് സൈഡില് വഴിയിൽ കിടന്നുറങ്ങുന്ന സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ സംഭവിക്കൂ നമ്മുടെ നാട്ടിൽ പൊതുവെ? സംഭവിക്കാറില്ലല്ലോ, അല്ലെ? ഇല്ലല്ല. പെൺകുട്ടി റോട്ടില് പല സിറ്റിയിലേക്ക് പല പെൺകുട്ടി കിടക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ നാട്ടിൽ പൊതുവെ ഉണ്ടാവാറില്ല. ഞാനിവിടെ നടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും ഒരു പെൺകുട്ടി റോഡ് സൈഡിൽ തന്നെ കിടക്കുന്നത്, അതായത് രാത്രി ഒരു 8 മണി, ഞാൻ ഒരു വർക്ക് കഴിഞ്ഞ സമയമാണ്, വഴിയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞു. പോലീസ് ആ പെൺകുട്ടിയെ കൊണ്ട്, പക്ഷെ ആ പെൺകുട്ടിയുടെ കടക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഡ്രഗ്സ് അടിച്ച് ഉപയോഗിച്ച്, ചെറിയ പെൺകുട്ടിയാണ്, അത്ര പ്രായമൊന്നുമില്ല, കണ്ട മനസ്സിലാവും. അപ്പൊ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് കിടക്കണം അവിടെ. അങ്ങനെ ആവാനുള്ള കാരണം എന്താ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാരന്റ്സ് നോക്കാനുള്ള ഒരു രീതിയിലില്ല, ഒരു ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവമല്ല. പിന്നെ ഒരു വേറൊരു പയ്യന്, അവനെ എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ഫാമിലി തന്നെയാണ് എന്ത് ചെയ്തത്, എന്റെ കൂടെ വർക്കിന് എന്നെ ഏൽപ്പിച്ചത്. അപ്പൊ ആ പയ്യന് 16-17 വയസ്സുള്ളൂ, ചെറിയ കുട്ടിയാണ്, മലയാളിയാണ് കേട്ടോ, ഇവിടെ വളർന്ന കുട്ടിയാണ്. ഭയങ്കര ഡ്രഗ്സ് അഡിക്റ്റ് ആയി മാറി. ഡ്രഗ്സ് അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വിട്ട് കഴിഞ്ഞാൽ അവൻ ഡ്രഗ്സ് അടിച്ചു വരും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അവനെ കൂടെ നിർത്തണം. ആ രീതിയിലായിരുന്നു അവന്. പിന്നെ അവനെ നാട്ടിലേക്ക് കൊണ്ടുപോയി ഇപ്പോ നാട്ടിൽ ചികിത്സ കൊടുക്കുക തോന്നുന്നു. അപ്പൊ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി സ്ട്രക്ചർ തകർക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കൂടെയുള്ള കുട്ടികളുടെ കൂടെയുള്ള വേറെ കുട്ടികൾ, അവർ മേ ബി ഫാമിലി സ്ട്രക്ചർ ഓൾറെഡി തകർന്ന കുടുംബത്തിൽ വന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ആ കുട്ടികളുമായി ഇവർ കൂട്ടപ്പെടുന്ന സമയത്ത് അവരിൽ നിന്ന് കിട്ടുന്ന കുറെ ബാഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി. പിന്നെ ലിബറലിസം എന്ന് പറയുമ്പോൾ എന്തും സ്വീകരിക്കാന്നുള്ളതാണല്ലോ, ഏത് ആശയവും സ്വീകരിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ആ തരത്തില് LGBT ആശയങ്ങളടക്കം സകല അതെ. ഇപ്പോൾ പൊതുവിലപ്പോൾ ആശയങ്ങളും ഒരു സ്വീകരിക്കുന്നുണ്ട്. ഈ ഒരു ലിബറൽ കൾച്ചർ അതിലേക്ക് നമ്മുടെ സമൂഹം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുരോഗമനത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ഒരു ലിബറൽ കൾച്ചറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഈ ഒരു കുടുംബ സംവിധാനത്തിൻ്റെ പൂർണ്ണമായ പരാജയം, അത് തകർക്കപ്പെടും. ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ പ്രധാന തന്നെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, ഒന്നാമത്തെ കാര്യം കുടുംബ സംവിധാനം തകർക്കപ്പെടുന്നതോടുകൂടി മൊത്തം സമൂഹം ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങുമെന്നത് അതിൻ്റെ ഒരു നേർക്കാഴ്ച പലപ്പോഴും അവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? അതെ അതെ, കുടുംബം തകരും എന്നുള്ള ഒരു സംശയം കേട്ടോ, ഒരു സംശയം വേണ്ട. കുടുംബം തകരും എന്നുള്ളത് അതിപ്പോ നമുക്ക് പല നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട്, എക്സാമ്പിൾസും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പലതും കണ്ടിട്ട് നമുക്ക് എങ്ങനെ ഇപ്പൊ ഇത് പറയാം, അങ്ങനെ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ കാണാൻ സാധിക്കും. റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ആൾക്കാർ, ഇപ്പൊ നമ്മളെ നാട്ടില് ഞാൻ ചെറുപ്പത്തില് ഭിക്ഷക്കാരെ കണ്ടിട്ടുണ്ട്. സത്യം പറയാം, ഭിക്ഷക്കാരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, മലയാളികളെ. പിന്നെ നമ്മൾ ഈ ഭിക്ഷ ചോദിച്ചു വരുന്ന ആൾക്കാരെ കാണുന്നത് ചില തട്ടിപ്പുകാരൊക്കെ ആയിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ജെന്യുവൻ ആയിട്ട് എത്ര കേസ് നമുക്ക് അറിയില്ല, അള്ളാഹു ആലം. ജെന്യുവൻ ആയിട്ട് ആൾക്കാരെ ഉണ്ടാവാം, അള്ളാഹു ആലം. സ്വതവേ നമ്മളെ സൊസൈറ്റിയിൽ അങ്ങനെ കാണുന്ന ഒരു കാഴ്ചയല്ലല്ലോ അത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ $1 ചോദിച്ചു വരുന്ന ആൾക്കാർ. പക്ഷെ $1 ചോദിക്കു വരുന്നത് അവർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു അങ്ങനെ ആയതുകൊണ്ടല്ല. ഡ്രഗ്സ് അടിച്ച് തന്നെ മെയിൻ ഡ്രഗ്സ് അഡിക്റ്റ് പ്രശ്നമാണ്. ഡ്രഗ്സ് ഉപയോഗിച്ച് അങ്ങനെ നടക്കുന്ന ആൾക്കാരെ. ആ $1 ചോദിക്കുന്നത് സിഗരറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്, സിഗരറ്റ് കൊടുത്തിട്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ല, പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല. അല്ലല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഇപ്പൊ നമ്മളത്ത് $1 ചോദിച്ചു നമ്മൾ ഇല്ലാന്ന് പറയാൻ ഒരു സിഗരറ്റ് ഉണ്ടോന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. ആ രൂപത്തിലാണ്. അതെ അതെ, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്നുള്ളത്. ഓക്കെ. നമ്മൾ ഇപ്പോൾ ജുനൈദ്, പിന്നെ അവിടെ ഇപ്പോൾ എത്രാമത്തെ പെരുന്നാളാണ്? ഓസ്ട്രേലിയയിൽ പോയതിനു ശേഷമുള്ള എത്രാമത്തെ പെരുന്നാളാണ് ഇപ്പോൾ? 7ാമത്തെ പെരുന്നാളായിരിക്കും. 7 വർഷത്തോളമായി ഇപ്പൊ. 7 വർഷത്തോളമായി അല്ലേ? ആ. ഓക്കെ. അപ്പോൾ ഏതാണെങ്കിലും പിന്നെ 7 വർഷത്തോളമായിട്ടിപ്പം ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. ഈ പീസ് റേഡിയോ പോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ പ്രവാസ ലോകത്ത് താമസിക്കുന്ന ആൾക്കാരിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയും? അതിൻ്റെ ഒരു പീസ് റേഡിയോയുടെ ഒരു പ്രാധാന്യത്തെ എങ്ങനെയാണ് ജുനൈദ് മനസ്സിലാക്കുന്നത്? ലോകം ടെക്നോളജി എന്ന് പറയുന്ന സംഭവം ഡെവലപ്പായ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല. ഒന്നാമത്തെ കാര്യം, എക്സ്ക്യൂസ് പറയാൻ പറ്റും. നാളെ അല്ലാതെ കോടതി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിക്കും,
ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നീ ഇന്ന അറിവ് നിനക്ക് കിട്ടിയിട്ടില്ലേ, നീ ഇത് പഠിച്ചില്ലേ, എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് ഇല്ല. എല്ലാവരും കോളേജ് പഠിക്കുന്നുണ്ട്, എല്ലാവരും ഡിഗ്രി എടുക്കുന്നുണ്ട്, 4 വർഷമൊക്കെ ഡിഗ്രി പഠിക്കാൻ പോകുന്നുണ്ട്, പ്ലസ് ടു പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പരമാവധി ഭൗതികപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് ആൾക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടം. അപ്പൊ ഒരു എക്സ്ക്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് പരമാവധി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നല്ലൊരു ഭാവി. ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, സമയത്തിന്റെ പ്രശ്നം കൂടി ഇപ്പൊ ഉണ്ടല്ലോ. ഇപ്പൊ പ്രവാചകൻ പറഞ്ഞ പോലത്തെ, റസൂൽ പറഞ്ഞ പോലെ തന്നെ സമയം ഇങ്ങനെ പോവുകയാണല്ലോ, എങ്ങോട്ടാ പോകുന്നിട്ട് പിടുത്തില്ലാത്ത അവസ്ഥയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് റേഡിയോ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തും വെറുതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ വേറെ ചിന്തകളിലേക്കൊന്നും പോവാത്ത രീതിയിൽ കേൾക്കാൻ പറ്റിയ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നല്ലതാണ്. ഓക്കെ, മാഷാ അല്ലാ, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പീസ് റേഡിയോ ശ്രോതാക്കളുമായി തൻ്റെ അവിടുത്തെ പെരുന്നാൾ അനുഭവങ്ങൾ, അതുപോലെ തന്നെ പൊതുവെയുള്ള അവിടുത്തെ ജീവിതാനുഭവങ്ങളൊക്കെ ജുനൈദ് ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഒരു പ്രവാസ ലോകത്തൊക്കെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളുടെ പ്രാധാന്യവും ജുനൈദ് ഇവിടെ എടുത്തു പറഞ്ഞു. ഈ ഒരു എപ്പിസോഡിൽ, ഈദ് എവരിവെയർ പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേർന്ന ജുനൈദിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.